തൃശൂർ പൂരം കലക്കലിൽ കളക്ടർക്കെതിരെ ആഞ്ഞടിച്ച തിരുവമ്പാടി ദേവസ്വം റോഡുകളെല്ലാം കെട്ടിയടച്ചിരുന്നു. എസ്.പിയെ പലതവണ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. കളക്ടറെ ഒരുപാട് സമയം കാത്തുനിന്നെങ്കിലും വന്നില്ല. വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്നും കളക്ടർ വന്നിരുന്നെങ്കിൽ പ്രശ്നം ഒത്തുതീർപ്പായേനെ എന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. ആനന്ദ്, എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് 11 മണിക്കായിരുന്നു ഈ ത്രിതല അന്വേഷണ സംഘം പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം തവണ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയെ മൊഴിയെടുത്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ വീഴ്ചകൾ സംബന്ധിച്ചാണ് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചതെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. എന്തായാലും ഈ പൂരം ദിവസം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിശദമായി തന്നെ തിരുവമ്പാടി ദേവസ്വം മൊഴി കൊടുത്തിട്ടുണ്ട്. പ്രധാനമായും കളക്ടർക്കെതിരെയാണ് ഇത്തരത്തിൽ വീഴ്ചയുണ്ടായതായി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ വെടിക്കെട്ട് അതായത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം പോലീസ് അടച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഈ ഒരു പ്രശ്നം, ഈ ഒരു പരാതി പറയുന്നതിനായി എസ്.പിയെ വിളിച്ചപ്പോൾ എസ്.പി ഫോൺ എടുത്തില്ല. കളക്ടറെ വിളിച്ചിരുന്നു. കളക്ടറെ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞെങ്കിലും ഏതാണ്ട് 2 മണിക്കൂറോളം ദേവസ്വം അധികൃതരോടെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടില്ല. ഈ ഒത്തുതീർപ്പിന് കളക്ടർ ഇടപെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് കളക്ടർ എത്തിയിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നം വഷളാവുകയില്ല എന്നായിരുന്നു പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള മുൻധാരണകളെല്ലാം ലംഘിച്ചുകൊണ്ടായിരുന്നു ഈ നിയന്ത്രണങ്ങൾ. വഴികളെല്ലാം കെട്ടിയടച്ചു എന്നും പറയുന്നുണ്ട്. ഒടുവിൽ അത്തരത്തിൽ ഈ വെടിക്കെട്ട് നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ കളക്ടർ വരികയും എല്ലാം ഏറ്റെടുക്കുകയും ഈ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചു എന്നും ദേവസ്വം മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ആവാമായിരുന്നു എന്നാണ് ദേവസ്വത്തിന്റെ പ്രതിനിധികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം വഷളാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നില്ലെന്നും ദേവസ്വം പറയുന്നുണ്ട്. ശരി, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറിന്റെ വാക്കുകളിലേക്ക്. ഇനി വെടിക്കെട്ട് പൊട്ടിക്കണമെങ്കിൽ നമുക്കൊരു അറിവ് ഒരു ചർച്ചയിലൂടെ മാത്രം തീർത്താൽ മതി. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ കാണുന്നത് ഇവിടെ എല്ലാ ബാരിക്കേഡും വെച്ച് കെട്ടിയിട്ടുള്ള ഒരു റോഡാണ്, വിജനമായി കിടക്കുന്ന റോഡാണ്. അതും ഞങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തി. പലവട്ടം എസ്.പിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങൊരു ഫോൺ എടുത്തില്ല. കളക്ടർ ഫോൺ എടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ വരാം, നിങ്ങൾ നടുവിലാലിൽ തന്നെ നിൽക്കുമോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 1.5-2 മണിക്കൂറോളം നടുവിലാലിൽ പന്തലിൻ്റെ അവിടെ നിന്നു. ഈ കളക്ടർ എത്തിയില്ല. അതിനുശേഷമാണ് ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോയത്.